നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപിനെ വധിക്കാൻ പദ്ധതിയിട്ട ഭീകരനെ സുരക്ഷാ സേന പിടികൂടി. ഇറാൻ പൗരൻ മുഹമ്മദ് ബാഗർ സാദ് ദാവൂദ് അൽ സാദിയാണ് പിടിയിലായത്. ഇയാൾക്ക് ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് യുഎസ് അധികൃതർ വ്യക്തമാക്കി. സായുധ ഗ്രൂപ്പായ ഖദൈബ് ഹിസ്ബുള്ളയുമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവാങ്ക ട്രംപിനെ ലക്ഷ്യമിട്ട് ഇയാൾ നീക്കങ്ങൾ നടത്തുന്നതായി യുഎസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലായത്. 2020 അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടിരുന്നു. ഇയാളുടെ മരണത്തിന് പ്രതികാരമായാണ് ഇവാങ്കയെ വധിക്കാൻ പദ്ധതിയിട്ടത്. സുലൈമാനിയെ തന്റെ പിതൃതുല്യനായിട്ടാണ് അൽസാദി കണ്ടിരുന്നതെന്നാണ് റിപ്പോർട്ട്. ഫ്ലോറിഡയിൽ ഭർത്താവ് ജാരഡ് കുഷ്ണറുമൊത്ത് താമസിക്കുന്ന ഇവാങ്കയുടെ വസതിയുടെ ബ്ലൂ പ്രിന്റ് അറസ്റ്റിലാകുമ്പോൾ ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ഫ്ലോറിഡയിലെ ഇവരുടെ വീടിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇയാൾ പങ്കുവച്ചിരുന്നു. അമേരിക്കക്കാരുടെ കൊട്ടാരങ്ങൾക്കോ രഹസ്യ സർവീസിനോ അവരെ സംരക്ഷിക്കാനാവില്ലെന്ന് പരസ്യമായി ഭീഷണിയും ഇയാൾ മുഴക്കിയിരുന്നു. ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതിക്ക് രൂപം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 1 മുതൽ കർമ്മ പദ്ധതി ആരംഭിക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. കെമിക്കൽ ലഹരി, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ വിൽപ്പന അവസാനിപ്പിക്കും. സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ വിശദമായ പ്രൊജക്ട് തയ്യാറാക്കുമെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റം വരുത്തും. ആര് ചെന്നാലും ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്വീകരിക്കും. സ്റ്റേഷനുകൾ വൃത്തിയാക്കും. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കും. പരാതികൾ സമചിത്തതയോടെ കേൾക്കും. ഇതുവഴി പോലീസ് സ്റ്റേഷനുകൾ ജനസേവന കേന്ദ്രങ്ങളാകും. പോലീസ് ട്രെയിനിംഗ് സിലബസ് പരിഷ്കരിക്കും. സ്റ്റേഷൻ ചുമതല SIമാർക്ക് നൽകുന്നതിൽ പഠനം നടത്തുകയാണ്. ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിനായി മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹായവും ചെന്നിത്തല ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി VD സതീശൻ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. കേരളവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ സതീശൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. ശനിയാഴ്ച രാവിലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ സന്ദർശിച്ചുകൊണ്ടാണ് VD സതീശൻ കൂടിക്കാഴ്ചകൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അദ്ദേഹം സന്ദർശിച്ചു. ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ KPCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള സുപ്രധാന സംഘടനാ കാര്യങ്ങൾ ചർച്ചയായതായാണ് സൂചന. ഇതിനുശേഷമാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരെ കാണാൻ സതീശൻ എത്തിയത്. തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നേതാക്കളോട് നന്ദി അറിയിച്ചു. MDMA കടത്തിയ കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കോഴിക്കോട് സ്വദേശി ഹനീഫയാണ് തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞത്. 3 കിലോയിലധികം MDMA പിടിച്ചെടുത്ത കേസിലെ പ്രതിയാണ് ഇയാൾ. രാജധാനി എക്സ്പ്രസ് ട്രെയിനിൽ ഡൽഹിയിലേക്ക് പോകുന്നതിനിടെ ഗുജറാത്തിലെ വഡോദര സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. പ്രതിയെ കാണാതായതോടെ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ റെയിൽവേ പോലീസിനെയും ഗുജറാത്ത് പോലീസിനെയും വിവരം അറിയിച്ചു. ഇയാളെ കണ്ടെത്തുന്നതിനായി ഗുജറാത്ത് പോലീസിന്റെ സഹായത്തോടെ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം 100 ഗ്രാം MDMAയുമായാണ് ഹനീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് 2 കേസുകളിലായി 3 കിലോയിലധികം മയക്കുമരുന്ന് ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളി മുൻ മന്ത്രി VN വാസവൻ. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങളെ എതിർക്കാതിരുന്നത് തെറ്റായി പോയെന്ന് വാസവൻ പറഞ്ഞു. CPM കിളിമാനൂർ ഏരിയ കമ്മിറ്റിയിലായിരുന്നു വാസവന്റെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഉയർത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളോട് CPM മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് മുതിർന്ന നേതാവിന്റെ തുറന്നു പറച്ചിൽ. പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നതാണ് വാസവന്റെ ഈ നിലപാട്. ഏരിയ കമ്മിറ്റിയുടെ ചർച്ചയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. വെള്ളാപ്പള്ളി കുമാരനാശാനേക്കാൾ കേമനാണെന്ന് പിണറായി പ്രസംഗിച്ചത് അസംബന്ധമാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും ഉണ്ടായി. ബാംഗ്ലൂരിലെ മടിവാളയിൽ മലയാളി പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ പ്രതി പിടിയിൽ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹൈനസിനെ വയനാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് കർണാടക പോലീസാണ് ഇയാളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ട്രാൻസിറ്റ് വാറന്റ് ഉപയോഗിച്ച് കർണാടകയിൽ എത്തിക്കുകയായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഇയാളെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിലെത്തിക്കും. മെയ് 12 മടിവാളയിലെ സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ചാണ് 20-കാരിയായ പെൺകുട്ടി പീഡനത്തിനിരയായത്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന പെൺകുട്ടി പഠനത്തോടൊപ്പം സുഹൃത്തുക്കൾ നടത്തുന്ന കഫേയിൽ പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്നു. കഫേക്ക് സമീപത്തെ താമസ സ്ഥലത്തെത്തിയാണ് ഹൈനസ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ പിറ്റേ ദിവസം തന്നെ മടിവാള സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് പെൺകുട്ടിയും സുഹൃത്തുക്കളും ബാംഗ്ലൂർ നോർത്ത് ഈസ്റ്റ് DCPയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് DCPയുടെ നിർദ്ദേശപ്രകാരമാണ് മെയ് 18 സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തത്. നഗരത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം ഇടഞ്ഞോടിയ ആന ജനവാസ മേഖലയിൽ നിരവധി നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇന്ന് രാവിലെ 8ഓടെയാണ് സംഭവം. തൃശൂർ ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് നായയെ കണ്ട് ഭയന്നാണ് ആന ഓടിയതെന്ന് പറയുന്നു.
ഒടുവിൽ 2.5 മണിക്കൂറിന് ശേഷം നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ചേറൂർ ഗാന്ധിനഗർ സ്ട്രീറ്റിലാണ് ആനയെ തളയ്ക്കാനായത്. ഈ മേഖലയിലാണ് ആന കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തിയത്. ഇടഞ്ഞോടിയ ആന വീടുകളുടെ മേൽക്കൂരയും കാർ ഷെഡുകളും മതിലുകളും ഗേറ്റുകളും വാഹനങ്ങളും തകർത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ആനയ്ക്കൊപ്പമുണ്ടായിരുന്ന പാപ്പാന്മാർ ആനയുടെ പടമെടുക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫർമാരോട് കയർക്കുകയും ആക്രമിക്കുകയും ചെയ്തു. പാപ്പാന്റെ ആക്രമണത്തിൽ ഫോട്ടോഗ്രാഫർ വിഘ്നേഷിന് പരിക്കേറ്റു. മറ്റൊരു ഫോട്ടോഗ്രാഫർ റാഫി എം ദേവസിയെയും പാപ്പാന്മാർ ആക്രമിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തി. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലെത്തുന്ന അദ്ദേഹം വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജം, സുരക്ഷ, പ്രതിരോധം, സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ചൊവ്വാഴ്ച വരെ ഇന്ത്യയിൽ തുടരുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്തയ്ക്കും ഡൽഹിക്കും പുറമെ ആഗ്ര, ജയ്പൂർ എന്നീ നഗരങ്ങളും സന്ദർശിക്കും. ചൊവ്വാഴ്ച ഡൽഹിയിൽ നടക്കുന്ന ക്വാഡ് നേതാക്കളുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രതിരോധം, ക്വാഡ് എന്നിങ്ങനെ വിവിധ മേഖലകളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സന്ദർശനം ലക്ഷ്യമിടുന്നതായി ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറെക്സിലൂടെ അറിയിച്ചു. മലയാളി യുവതിയെയും 5 വയസ്സുകാരിയായ മകളെയും ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ അഴീക്കോട് സ്വദേശി ആർഷ, മകൾ റൂഹി എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. ഏതാനും വർഷമായി ഭർത്താവ് നിഹാലിനൊപ്പം ഷാർജ അൽ നഹദയിലെ സഹാറ മാളിന് സമീപത്തെ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചിരുന്നത്. മരണകാരണം വ്യക്തമല്ല. സ്വന്തമായി ഓൺലൈൻ ബിസിനസ് നടത്തി വരികയായിരുന്നു ആർഷ. നിഹാലിന്റെ പിതാവും സഹോദരനും കുടുംബവുമെല്ലാം UAE-യിൽ തന്നെയാണുള്ളത്. ആർഷയുടെ സഹോദരി അഷിതയും ഇവരുടെ തൊട്ടടുത്ത ഫ്ളാറ്റിലാണ് താമസം. അഴീക്കോട് സ്വദേശി TK പുരുഷോത്തമൻ, ഗീത ദമ്പതികളുടെ മകളാണ് ആർഷ. പാർട്ടി കമ്മിറ്റികളിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണെന്നും മുതിർന്ന CPM നേതാവ് EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പാർട്ടി കമ്മിറ്റി യോഗത്തിലും പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അതെല്ലാം പത്രക്കാരോട് പറയുന്നത് അല്ല പാർട്ടി രീതി. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. അല്ലാതെ ഓരോരുത്തർ പറഞ്ഞ വാക്കും ശൈലിയും നിങ്ങളോട് വന്ന് പറയുമെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും ജയരാജൻ പറഞ്ഞു. കേരളത്തിലെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നെങ്കിൽ അത് കേരളത്തിൽ ചോദിക്കണം. വിമർശനങ്ങൾ ഉണ്ടായാൽ അത് തിരുത്തുമെന്നും ജയരാജൻ പറഞ്ഞു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.